മഹാരാഷ്ട്രയിൽ പരസ്യപ്രചാരണത്തിന് ഇന്ന് പരിസമാപ്തിയാണ്. മഹാവികാസ് അഘാടി, മഹായുതി എന്നീ രണ്ട് മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം. അതേസമയം നമുക്കറിയാം, വിചിത്ര സഖ്യങ്ങളുടെ വിളനിലമാണ് മഹാരാഷ്ട്ര. ഇക്കുറിയും റിസോർട്ട് രാഷ്ട്രീയത്തിന് വേദിയാകുമോ എന്ന ആശങ്കയിലാണ് സമ്മതിദായകർ. പ്രേംലാൽ ഇപ്പോൾ മൊബൈലിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം മഹാരാഷ്ട്രയിലെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രേംലാൽ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഈ പാലക്കാട്ടെ കൊട്ടിക്കലാശത്തിന്റെ ആവേശമൊക്കെയും പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് വലിയ പരസ്യപ്രചാരണ സമാപനമൊക്കെയാണ്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ഒപ്പം തന്നെ ജാർഖണ്ഡിലും. മഹാരാഷ്ട്ര ഇപ്പോൾ കടന്നുപോയ പരസ്യപ്രചാരണ രംഗത്ത് കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? വോട്ടർമാരുടെ മനസ്സുകൾ എങ്ങനെയാണ് ഈ സഖ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്? കാവ്യ, വളരെ ഒരു തണുപ്പം മട്ടിലായിരുന്നു മഹാരാഷ്ട്രയിലെ ഒരു പ്രചാരണങ്ങളെല്ലാം തുടങ്ങിയത്. അത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലെല്ലാം വളരെ നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് ഇവിടെ കാണാനായത് വളരെ വീറും വാശിയുമുള്ള ഒരു പ്രചരണ യോഗങ്ങളായിരുന്നു. അത് ഇരുപക്ഷവും, മഹാവികാസ് അഘാഡിയും മഹായുതിയും ഇരുപക്ഷവും വളരെ ശക്തമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. ദേശീയ സംസ്ഥാന നേതാക്കളെ കൂടാതെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളും ഇവിടെ വന്നത് വളരെ സജീവമായി. ഇത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു വളരെ കാലങ്ങൾക്ക് ശേഷമാണ് മലയാളികളെ അഡ്രസ് ചെയ്യുന്ന യോഗങ്ങൾ മുംബൈയിലും പൂനെയിലുമായിട്ടൊക്കെ നടന്നത്. മന്ത്രി ശശീന്ദ്രൻ, കൂടാതെ PC ചാക്കോ തുടങ്ങിയ NCP നേതാക്കൾ, കൂടാതെ ഇന്നലെ സുരേഷ് ഗോപി 4-5 യോഗങ്ങളിൽ പങ്കെടുത്ത് വളരെ സജീവമായി തന്നെ മലയാളികളെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള യോഗങ്ങളിൽ ഉണ്ടായിരുന്നു. മലയാളികൾ പൊതുവെ ഒരു നിസ്സംഗത പുലർത്തിയിരുന്നൊരു ശീലമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അവർക്കൊന്നും പരിചിതമില്ലാത്തൊരു രാഷ്ട്രീയ അന്തരീക്ഷം മഹാരാഷ്ട്രയിൽ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും അത്ര മലയാളികൾ സജീവമായി രംഗത്തെത്തിയിരുന്നില്ല. പക്ഷെ ഇക്കുറി അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മലയാളികളും വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. പല യോഗങ്ങളിലും മലയാളികളുടെ സാന്നിധ്യമുണ്ട്. പ്രധാനമായിട്ടും ദേശീയ നേതാക്കളായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, കൂടാതെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എല്ലാവരും വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഈ തവണത്തെ വീറ് വാശിയും കൂടുവാനുള്ള ഒരു പ്രധാന കാരണം തന്നെ ഒരുപക്ഷെ ഈ ശിവസേന NCP സ്പ്ലിറ്റായി മത്സരിക്കുന്ന ഒരു ആദ്യ മത്സരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ മറാഠകൾക്ക് കൂടുതൽ സാമീപ്യമുള്ള രണ്ട് പാർട്ടികളാണ് ശിവസേനയും NCPയും. പ്രത്യേകിച്ച് ശരത് പവാർ, ഉദ്ധവ് താക്കറെ എന്ന മറാഠ നേതാക്കളാണ് വളരെ അവരുടെ ഒരു സാന്നിധ്യവും ഒരുപക്ഷെ ഒരു താരപ്രചാരകനായിട്ട് തന്നെ ഈ പ്രായത്തിലും ശരത് പവാർ വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഉദ്ധവ് താക്കറെയും വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. അഴിമതി, കൂടാതെ കാർഷിക പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, സ്ത്രീ സുരക്ഷ തുടങ്ങിയവയാണ് മഹാവികാസ് അഘാടി ഉയർത്തിക്കാട്ടുന്ന പ്രശ്നങ്ങൾ. അതേസമയം വികസന വാഗ്ദാനങ്ങളും മറ്റുമാണ് കൂടുതൽ പ്രഖ്യാപനങ്ങൾ, വികസന പ്രഖ്യാപനങ്ങൾ, ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ, ഇവയെല്ലാം കൊണ്ടാണ് മഹായുതി സഖ്യത്തിലെ നേതാക്കളും ഇവിടെയൊക്കെ. എന്നാലും കഴിഞ്ഞ തവണ അമിത്ഷായും നരേന്ദ്രമോദിയും പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വിദ്വേഷ പ്രസംഗങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ഇക്കുറിയും വിദ്വേഷ പ്രസംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കൊട്ടിക്കലാശ യോഗം, പ്രധാനമന്ത്രിയുടെ കൊട്ടിക്കലാശ യോഗത്തിൽ പൊതുവെ ജനങ്ങൾ കുറവായിരുന്നു എന്നുള്ളൊരു പരാതിയുമുണ്ട്. കൂടാതെ NCP അവരുടെ സഖ്യകക്ഷിയായ അജിത് പവാർ പക്ഷം മാറി നിന്നതും വലിയ വാർത്തയായിരുന്നു. മഹായുതി സഖ്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അവരുടെ പങ്കാളികളെ നേരിടുന്ന ഒരു വിഷയം തന്നെയാണെന്നാണ് പലരെയും. കാരണം ആ ഒരു വിഭാഗീയത വളരെ പ്രകടമായി തന്നെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു. പിന്നെ ശിവസേനയുടെ 3 പേർ, മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ രാജ് താക്കറെ, ഉദ്ധവ് താക്കറെയുടെ താക്കറെപക്ഷ ശിവസേന, കൂടാതെ ഏക്നാഥ് ഷിൻഡെയുടെ 3 ശിവസേനകൾ ഈ തവണ വളരെ സജീവമായി രംഗത്തുണ്ട്. അത് പ്രത്യേകിച്ച് മുംബൈയിലെ ഒരു സേനകളുടെ ഒരു പോരാട്ട ഭൂമി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ വീറും വാശിയും നമുക്ക് പ്രകടമായി തന്നെ കാണായിരുന്നു. ഓരോ മേഖലകളിലും പ്രത്യേക യോഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെല്ലാം കണ്ടു ശീലിച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ ഇക്കുറി മഹാരാഷ്ട്രയിൽ പ്രകടമായിരുന്നു. വീടുകൾ തോറും സന്ദർശിക്കുന്നുണ്ടായിരുന്നു. ഏറെ മലയാളി വോട്ടുകളും ഇക്കുറി വളരെ നിർണായകമായിരിക്കും. മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ മലയാളികൾ വോട്ടേഴ്സ് ലിസ്റ്റിലെല്ലാം അവരുടെ പേര് ഉറപ്പാക്കി വോട്ട് ദിനത്തിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുമ്പെല്ലാം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിലും മലയാളികൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെയായിരിക്കും കൂടുതൽ പിന്തുടർന്നിരുന്നത്. അതിനെല്ലാം ഒരു മാറ്റമുണ്ടായിട്ട് ഈ തവണ മഹാരാഷ്ട്രയിലും വളരെ സജീവമായി തന്നെ മലയാളികൾ രംഗത്തുണ്ട്. മലയാളി വോട്ടുകൾ ഏറെ നിർണായകമായിരിക്കും. എന്തായാലും ഇന്ന് കൊട്ടിക്കലാശമാണ്. ഇന്നത്തോടു കൂടി നവംബർ 20-ന് വോട്ട് എടുക്കുമ്പോൾ 23-ന് നമുക്ക് ഫലങ്ങൾ അറിയാം. വളരെ നിർണായകമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. കാരണം ഉദ്ധവ് താക്കറെയുടെയും ഏക്നാഥ് ഷിൻഡെയുടെയും നിലപാടുകൾക്കുള്ള ഒരു ഉത്തരമായിരിക്കും
അതുപോലെ തന്നെ ശരത് പവാർ, അജിത് പവാർ എന്നിവരുടെ നിലപാടുകൾക്കുള്ള ഒരു ഉത്തരമായിരിക്കും ഈ ജനവിധി ഉണ്ടാകുന്നത്. കാത്തിരുന്ന് കാണാം. ഓക്കെ പ്രേംലാൽ, കാത്തിരുന്ന് കാണാം പറഞ്ഞതുപോലെ തന്നെ. താങ്ക് യു സോ മച്ച്. എന്തായാലും രാവിലെ ഇന്നത്തെ പരസ്യപ്രചാരണം സമാപനം സംബന്ധിച്ച വിശദമായ വിവരങ്ങളാണ് മഹാരാഷ്ട്ര കഴിഞ്ഞ ദിവസങ്ങളിൽ ദീർഘദിവസങ്ങളായി കണ്ട പരസ്യപ്രചാരണത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ രാഷ്ട്രീയ ചിത്രമൊക്കെയാണ് പ്രേംലാൽ പങ്കുവച്ചത്.